ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല കുറുകിയ കാളൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അതിനു വേണ്ടിയിട്ട് പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് കറയെല്ലാം പോകാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുക, കായ ഇടുക, മഞ്ഞൾപ്പൊടി ആൻഡ് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെക്കുക. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ചിരകിയതും പിന്നെ ചുവന്നുള്ളി, ജീരകം, നല്ല നാടൻ പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കണം. ഇതെല്ലാം ഇട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിന് നല്ല കട്ടിയുള്ള മോര് ഒഴിക്കുക. പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്, പുളി കൂടി പോകരുത്. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെണ്ണ പോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയിലെ അരപ്പെല്ലാം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ശേഷം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. ആ സമയത്ത് പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. ഇൻ കേസ് പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തിളയ്ക്കും തോറും ഇതിന് കട്ടി കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, ഉലുവ ഒക്കെ ഇട്ട് പൊട്ടിക്കുക. ദെൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂത്ത് വരണം. ചെറിയുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2-3 ഉണക്കമുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കളറൊക്കെ മാറി വന്നു തുടങ്ങി. ഇനി അതിലേക്ക് വേപ്പില ഇടുക. ദെൻ തീ ഓഫ് ചെയ്ത് നമുക്ക് നല്ല കുറുകിയ കാളനിലേക്ക് ഈ കാച്ചി വെച്ചതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല കുറുകിയ കാളൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.